2% കൂലി നൽകിയില്ലെങ്കിൽ സീസൺ ആരംഭിക്കുമ്പോൾ ഫേസിംഗ് ബോട്ടുകളിൽ നിന്ന് മീനിറക്കില്ലെന്ന് CPLU CITU ഭാരവാഹികൾ. കൊച്ചി ഫിഷറീസ് ഹാർബറിലെ പേസിൻ നെറ്റ് ബോട്ട് മീൻ ഇറക്ക് തൊഴിലാളികളുടെ കൂലി തർക്കത്തിൽ ജില്ലാ ലേബർ ഓഫീസറെ സ്വാധീനിച്ച് ബോട്ടുടമകൾ നേടിയെടുത്ത ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്ന് കൊച്ചിൻ പോർട്ട് ലേബർ യൂണിയൻ CITU ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രശ്നം തീർന്നിട്ടില്ല. ജില്ലാ ലേബർ ഓഫീസറുടെ ഉത്തരവിനെതിരെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്ക് അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഇതിന്റെ 2 സിറ്റിംഗ് കഴിഞ്ഞെങ്കിലും തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രശ്നം തീർന്നെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സീസൺ തുടങ്ങുമ്പോൾ 2% കൂലി നൽകാത്ത ബോട്ടുകളുടെ പണിയെടുക്കാൻ തൊഴിലാളികൾ തയ്യാറായില്ലെന്നും ജനറൽ സെക്രട്ടറി KM റിയാദ് പറഞ്ഞു. തൊഴിലാളികൾ വാങ്ങിയിരുന്നത് നോക്കുകൂലിയാണെന്നായിരുന്നു ബോട്ടുടമകളുടെ വാദം. ഉദ്യോഗതല അന്വേഷണത്തിൽ നോക്കുകൂലിയല്ലെന്ന് തെളിഞ്ഞു. ഇതാണ് പുതിയ വാദങ്ങളുമായി ബോട്ടുടമകൾ രംഗത്ത് വരാൻ കാരണമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. 2006 മുമ്പ് ബോട്ടിൽ ജോലി ചെയ്യുന്നതിന്റെ കൂലിയായി മത്സ്യമാണ് നൽകിയിരുന്നത്. 2006 മുതൽ 3% കൂലിയാണ് നൽകി വന്നിരുന്നത്. 2011 ഫിഷിംഗ് ഹാർബറിന്റെ വികസനത്തിനായി 2% കുറച്ചു. ഇക്കാലയളവിൽ ഒരു തൊഴിൽ മേഖലയിലും തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വേതനത്തിൽ കുറവുണ്ടായിട്ടില്ല, മറിച്ച് വേതന വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 2011 മീൻ ഇറക്ക് വിഭാഗം വലിയ ത്യാഗമാണ് ചെയ്തത്. ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലും ഹാർബർ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യൂണിയൻ അന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് യൂണിയൻ പ്രസിഡന്റ് ബെനഡിക്ട് ഫെർണാണ്ടസ് വ്യക്തമാക്കി. ഇപ്പോൾ ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ ഏകപക്ഷീയമായ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ്. ബോട്ടിന്റെ പ്രവർത്തന ചെലവ് വർദ്ധിച്ചതാണ് ശതമാനം കുറക്കാൻ കാരണമായി ബോട്ടുടമകൾ പറയുന്നത്. തൊഴിലാളികളുടെ ജീവിത ചെലവ് വർദ്ധിച്ച ഘട്ടത്തിലും വർഷങ്ങളായി തൊഴിലാളികൾ യാതൊരു വർധനവും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ ബാലിശമായ സമീപനമാണ് ബോട്ടുടമകൾ സ്വീകരിക്കുന്നതെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ജില്ലാ ലേബർ ഓഫീസർ 2% കൂലി നൽകണമെന്ന് നേരത്തെ നൽകിയ ഉത്തരവ് പാലിക്കാൻ ബോട്ടുടമകൾ തയ്യാറായില്ലെന്നും പിന്നീട് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഏകപക്ഷീയമായ നിലവിലെ ഉത്തരവ് ഇറക്കുകയായിരുന്നെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഹാർബറിന്റെ വികസനത്തിനും നിലനിൽപ്പിനും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും എന്നാൽ അത് ഏകപക്ഷീയമാകരുതെന്നും 2 കൂട്ടരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചുള്ള ചർച്ചയാകണമെന്നും ഇവർ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ PM നിസാർ, AI അക്ബർ, AK നവാസ്, VA ആഷിഖ് എന്നിവരും പങ്കെടുത്തു. 11 ശേഷം ഞാൻ ഷോർട്ടാക്കി പറയുന്നു, കൊച്ചിൻ പോർട്ട് ചെയർമാൻ ഈ യൂണിയനെ ചർച്ചയ്ക്ക് വിളിക്കുക. ഞങ്ങൾ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ അവരുടെ ഡിമാൻഡും അഫിഡവിറ്റും എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം. അന്ന് പറഞ്ഞത് ഈ വർക്ക് നോക്കുകൂലിയാണ്. കോടതി പറഞ്ഞു നോക്കുകൂലിയാണെങ്കിൽ അനുവദിക്കാൻ കഴിയില്ല, ചെയർമാനോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മളെ ഷോർട്ടാക്കി പറയുന്നു. ചെയർമാൻ ഇരുകൂട്ടരെയും വിളിച്ചു. ഇരുകൂട്ടരെയും വിളിച്ചതിന് ശേഷം ചെയർമാൻ്റെ കമ്മീഷൻ ഉണ്ടായി. ഇന്നലെ പ്രസ് മീറ്റ് നടത്തിയവർ അത് പറയണ്ടേ, പൊതുമര്യാദ കാണിക്കണ്ടേ. ആ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആ റിപ്പോർട്ടിൽ പറയുന്നു ഇത് നോക്കുകൂലിയേ അല്ല, ഇത് നോക്കുകൂലിയേ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെ നോക്കുകൂലിയാണെന്നുള്ള വാദം പറഞ്ഞ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 2% കുറവ് വരുത്തണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കുകൂലിയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് കുറയുന്നത്? തുടർന്ന് പോർട്ട് ചെയർമാൻ ഇരുകൂട്ടരെ വിളിച്ചു. 3 ചർച്ച നടത്തി. പോർട്ട് ചെയർമാൻ പറഞ്ഞു നോക്കുകൂലിയല്ല. പോർട്ട് ചെയർമാൻ പിന്നെ ആ കേസ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ലേബറിന് വിടണം. ഇത് സെൻട്രലാണെന്ന് അവർ വാദിച്ചു. പോർട്ട് ചെയർമാൻ പറഞ്ഞത് സ്റ്റേറ്റ് ലേബറാണ്. സ്റ്റേറ്റ് ലേബർ ജില്ലാ ലേബർ ഓഫീസർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതാണ്. ജില്ലാ ലേബർ ഓഫീസറിൻ്റെ അടുത്ത് പോകുമ്പോഴും ഇവർ പറഞ്ഞത് എന്താ? നോക്കുകൂലിയാണ്. 24 പദ്ധതിയോടെ നിങ്ങളിന്ന് കാണേണ്ടത് മാധ്യമങ്ങൾ, വിവിധ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കേരളത്തിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്തത് ഈ ഹാർബർ ആകെ തകരും, എല്ലായിടത്തും നോക്കുകൂലിയാണെന്ന് പറഞ്ഞു. നോക്കുകൂലിയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു, പോർട്ട് ചെയർമാൻ പറഞ്ഞു, ജില്ലാ ലേബർ ഓഫീസർ പറഞ്ഞു. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തന്നെ ഒരു പത്രമാധ്യമങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മാനേജ്മെന്റ് കുറച്ചാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നോക്കുകൂലി ആയതുകൊണ്ട് കുറക്കണമെന്ന് പറഞ്ഞു വരും. അതെല്ലാം 3 ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പരമാവധി പീഠം പറഞ്ഞു, പിന്നീട് പോർട്ട് ചെയർമാൻ പറഞ്ഞു, പിന്നീട് ജില്ലാ ലേബർ ഓഫീസർ പറഞ്ഞു. നിങ്ങൾക്ക് 1% കൊടുത്താൽ മതി എന്ന് പറയുന്ന ഓർഡറിൽ പോലും നോക്കുകൂലി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകൂലി അല്ല എന്ന് പറയുമ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളിയുടെ വേതനം എങ്ങനെ കുറക്കാൻ കഴിയും? ഞങ്ങൾ ബോണസ് ചോദിച്ചു. ഹാർബറിലെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ് ആ വാർത്ത. കാരണം ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം എന്താണോ നിലനിന്ന ആ പ്രശ്നം ഇപ്പോഴും അതിനേക്കാൾ ഗൗരവമായിട്ടാണ് നിൽക്കുന്നത്. 2025 ആഗസ്റ്റ് 10 നമ്മളോട് വന്നിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ആശയമില്ല, 2% നിങ്ങൾക്ക് തരും. അപ്പൊ ഇത്ര തരും, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കരുതുന്നു 10-14 വർഷമായി തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശതമാനം 2% എന്നുള്ളത് നമുക്ക് നിഷേധിക്കുകയാണ്.
ഒരു സുപ്രഭാതത്തിലൊന്നും തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ സംരക്ഷിക്കുകയും വലിയ സംഘർഷത്തിലേക്ക് പോയി. സംഘർഷത്തിൽ പോയപ്പോൾ ആർമറിന്റെ കച്ചവടക്കാരെല്ലാം കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂലി മേടിക്കാതെ പണിയെടുക്കാം. 20 ദിവസം കഴിഞ്ഞിട്ട് കൂലി എടുത്തില്ല. അപ്പൊ വീണ്ടും ഞങ്ങൾ പണി നിർത്തി വെച്ചു. അങ്ങനെ നിർത്തി വെച്ചപ്പോ ഈ ബോട്ടിലെ തൊഴിലാളികളുടെ വരുമാനം അവർക്ക് ആകെ ഉണ്ടാകുന്ന 2 മാസത്തെ ജോലി അല്ലെങ്കിൽ അവരുടെ വരുമാന നഷ്ടം ഉണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ കുറെ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ എന്ന നിലയിൽ ബോട്ടിൽ പോയി തൊഴിലാളികൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന ആ മീൻ വിട്ടിട്ടാണ് അവർക്ക് ജീവിക്കുക. അത് ആ പ്രശ്നം ഉയർന്നു വന്നു. ഞങ്ങളോട് പോലീസും വളരെ നിർബന്ധിച്ചു പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും പ്രശ്നം പരിഹരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നത് വരെ ഞങ്ങൾക്ക് കൂലി വേണ്ട, ഞങ്ങൾ വീണ്ടും പണിയെടുക്കും. അങ്ങനെ നമ്മൾ വീണ്ടും പണിയെടുത്തു. അപ്പോഴാണ് ജില്ലാ ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിക്കണം. പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചു. ഇവര് വന്നില്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ചയ്ക്ക് ഇവര് വന്നില്ല, വോട്ടോടേക്ക് വന്നില്ല. അങ്ങനെ ജില്ലാ ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ ചെന്നു, അവർ വന്നു. വന്നിട്ട് പല ഘട്ടങ്ങളിലും അവർക്ക് ചർച്ച ചെയ്തു. ലാസ്റ്റ് നമുക്ക് 63.5% തൽക്കാലം ടോട്ടൽ വരുമാനത്തിന്റെ 63.5% ഞങ്ങൾക്ക് നൽകണമെന്ന് ജില്ലാ ലേബർ ഓഫീസിന്റെ അഭ്യർത്ഥന അവസാന ഘട്ടത്തിൽ ഇവർ അംഗീകരിച്ചു. അത് കുറച്ച് പൈസ കിട്ടും. പിന്നെ ജില്ലാ ലേബർ ഓഫീസർ ഏതൊരു ചുമതലപ്പെടും. ഇതിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു നോക്കൂലിയാണ്. ഇന്നലെ പറഞ്ഞത് എനിക്കറിയാം. ന്യൂസ് ബ്യൂറോ, തൊക്കോമ്പടി. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ദാ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ്നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.